അനുസരിക്കുന്നുണ്ടോ എന്നൊക്കെ വീട്ടിൽ ചെന്നിട്ട് ചേട്ടായും ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ സൂക്ഷിച്ച് കേൾക്കണം. കുറെയൊക്കെ മനസ്സിലാവത്തില്ല എനിക്ക്, എന്നാലും മാക്സിമം സഹകരിക്കാൻ. അപ്പം ഞാൻ ഷാൻ, സെക്കൻഡ് ഇയർ. പിന്നെ എൻ്റെ കുട്ടി വന്ന് കണ്ടിട്ട മലയാള. പിന്നെ ഞങ്ങളെ കോർഡിനേറ്റേഴ്സായ ഡെനിഷേട്ടനും വ്യാസം ചേട്ടനും. പിന്നെ അപ്പം അത് നമുക്ക് തുടങ്ങാം. ഞാൻ ഒത്തിരി ലാഗ് എടുപ്പിക്കുന്നില്ല. എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ പ്രഷർ. ഇല്ലാത്തതാണ് ഇപ്പൊ അത്ഭുതമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് പ്രമേഹത്തിനെ കുറിച്ചാണ്, ഡയബറ്റീസിനെ കുറിച്ചാണ്. ഇവിടെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഡയബറ്റീസ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ? കയ്യൊന്ന് പൊക്കാമോ? അല്ല, കുഴപ്പമില്ല. കോടി ആൾക്കാർക്കാണ് പ്രമേഹം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് ആക്ച്വലി 4 തരമുണ്ട്. പക്ഷെ സാധാരണ മനുഷ്യൻ കൊളസ്ട്രോൾ തന്നെ പറയാം. കൊളസ്ട്രോൾ എങ്ങനെയാണ് വരുന്നതെന്ന് ഇവിടെ പലർക്കും പല ചിന്തയായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് വഴിയാണ് വിചാരിക്കുന്നവരുണ്ട്. അതല്ല നമ്മുടെ ജീവിത ശൈലികൾ കൊണ്ട് വരുന്നത് അങ്ങനെയാണ് വിചാരിക്കുന്നവരുണ്ട്. അതല്ല ഹെറിഡിറ്ററി പാരമ്പര്യം കൊണ്ട് വരുന്നവരുണ്ട്. ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് സംസാരിക്കുന്നതിനാണ് ഞാൻ പറഞ്ഞത്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ ഫാറ്റിന്റെ അളവ് കൂടി വരുമ്പോഴാണ് നമ്മൾ അതിനെ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതിനകത്ത് കൊളസ്ട്രോൾ പറഞ്ഞത് ഈ ബ്ലഡിനകത്ത് കൂടി വരുന്ന ഇപ്പം ഈ മെഷർമെന്റ് പറയുന്നത് 200 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. അതാണ് അതിൻ്റെ അളവ്. അതിന് താഴെ വേണം നമ്മുടെ രക്തത്തിലുള്ള ഫാറ്റിന്റെ അളവ്. ഇനി അത് 200 തൊട്ട് 240 വരെ ആകുമ്പോൾ നമ്മൾ ക്ലാസ്സുകൾ നൽകിയത് ഒന്ന് ആദ്യമേ പ്രഷർ ഷാൻ, പിന്നെ മറിയം, പിന്നെ റിത. ഇപ്പോൾ 3 പേരും ഓരോ സെക്ഷൻ ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പം അതിൻ്റെ ലഘുവായ വിശദീകരണങ്ങളാണ് നൽകിയത്. ഒരിക്കൽ കൂടി അതിന് കോർഡിനേഷൻ നൽകിയ അപ്പം ടീച്ചറുടെ മോനാണ് ഒന്ന് കാണണ്ട. എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും നമ്മുടെ അച്ഛൻ്റെ മോനാണ്. അപ്പം ഇതിൻ്റെ കോർഡിനേഷൻ ഒന്നാണ് വേദവ്യാസ ഡെനീസ്. അപ്പം വേദവ്യാസ് അവരിതിൻ്റെ കോർഡിനേറ്ററാണ്. അപ്പം എന്താണേലും ഇങ്ങനെ ഇവിടെ ഒന്ന് വരാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കിയതിന് ടീച്ചറുടെ മോനും അതിൻ്റെ കോർഡിനേറ്റർ വേദവ്യാസിനും പിന്നെ അവരുടെ കൂട്ടത്തിലെത്തിയ ആ ഡോക്ടർമാർ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കും പ്രത്യേകം നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.